സിദ്ദിഖ് സാറിന്റെ കൂടെ സ്റ്റേജ് ഷോസ് പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പടങ്ങളിൽ പാടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട്? സിദ്ദീഖ് അണ്ണനെ ആദ്യമായിട്ട് ഞാൻ കാണണം, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ശരിക്കും. ബന്ധുക്കളുമാണ്. കാരണം എൻ്റെ ഫാദറും സിദ്ദീഖ് അണ്ണൻ്റെ ഫാദർ ഇസ്മായിൽ അണ്ണനും വളരെ ഫ്രണ്ട്സുമാണ്, എന്നാൽ റിലേറ്റീവ്സുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധം വീട്ടിലൊക്കെ പണ്ട് വരുമായിരുന്നു. ഞാനൊക്കെ വളരെ ചെറുതായിരുന്നു. പക്ഷെ സിദ്ദീഖ് അണ്ണനെ ഞാൻ കാണുന്നത് ഈ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമ, സിദ്ദീഖ് ലാൽ ഇവരെ ആ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന ഫിലിമിൽ കണ്ടപ്പോഴാണ്. നമ്മൾ ബന്ധമുണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോഴാണ്. പക്ഷേ പാപ്പമാര് തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. പിന്നെ ഞാൻ സിനിമകളിൽ പാടി തുടങ്ങിയത് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത കല്യാണരാമനിലാണ് തുടങ്ങുന്നത്. അതിന് ശേഷമാണ് സിദ്ദീഖ് അണ്ണൻ്റെ സിനിമകളിൽ പിന്നീട് പാടിയിട്ടുള്ളത്. ബോഡി ഗാർഡിലും ഭാസ്കർ ദി റാസ്കളും ഒക്കെ പാടിയത്. ഈ ബോഡി ഗാർഡ് പറയുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയെ ആളുകൾ അതിൻ്റെ കലാമൂല്യം, അതിൻ്റെ കണ്ടന്റ് ഒക്കെ വെച്ച് അളക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വാണിജ്യം വെച്ചിട്ട് പടം 50 കോടി, നിങ്ങൾക്ക് ഒരു 10 കോടി പടം ഉണ്ടോ, 15 കോടി പടം ഉണ്ടോ, അങ്ങനെ അതിലായല്ലോ. അപ്പം ഞാൻ സത്യത്തിൽ ഈ 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന കഥ ആദ്യം കേൾക്കുന്നത് ഈ ബോഡി ഗാർഡ് ഹിന്ദിയിൽ. ഞാൻ അതിനു മുമ്പ് ഈ കഥ ഞാൻ കേട്ടിട്ടില്ല. അതിപ്പോ ഇപ്പൊ അടുത്താണെങ്കിലും 100 കോടി ക്ലബ്ബിൽ കയറുന്ന ഒരു പടം, അത് മലയാളത്തിന്റെ റീമേക്ക് ആണെന്ന് പറഞ്ഞ് ഹിന്ദി പടം വരെ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഒരു സംവിധായകൻ ഇവിടുന്ന് പോയി അത് എല്ലാ ഭാഷയിലും അവിടെ തമിഴ് ചെയ്യുന്നു, അതിനുശേഷം ഹിന്ദി ചെയ്യുന്നു, അത് 100 കോടി ആവുന്നു. അതെല്ലാം സിദ്ദിഖയുടെയാണ്. സിദ്ദിഖ് ആദ്യം ഒറ്റയ്ക്ക് സംവിധാനം ചെയ്യുന്ന പടം ലാൽ സാറാണ് നിർമ്മിച്ചത്. അതിന്റെ ഒരു ഡിസ്കഷൻ എങ്ങനെയാണ് വരുന്നത്? ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഇതായിട്ട് ചെയ്യാം. ഒരാള് ഡയറക്റ്റ് ചെയ്യാം, ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും വന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല.